സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. അടുത്ത അവർ അജണ്ടകൾ വെച്ചേക്കുന്നത് പല വാഗ്ദാനങ്ങളും നൽകിയാണല്ലോ അവർ ഇപ്പൊ കയറിയിരിക്കുന്നത്. ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. ഈ 15-ാം തീയതി തന്നെ കൃത്യമായി വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് എല്ലാ KSRTC ബസ്സിലും കയറി. നമസ്കാരം. NTP ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരള മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കേരള ജനത. എന്നാൽ ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടത് ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയ മഹിളാ മോർച്ച പ്രവർത്തകരല്ലേ. എന്തായിരുന്നു ഇതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത സമരം. ഒരുപക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ധാരണയാണോ? എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ പ്രതിഷേധം? ആർക്കെതിരെയായിരുന്നു നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ? അനാവശ്യമായ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതല്ലേ? സമരം നല്ലതിനു തന്നെയാണ്. കേരളത്തിന് ഒരുപാട് സമര ചരിത്രവുമുണ്ട്. അപ്പോഴൊക്കെ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. നേടിയെടുക്കാൻ അവകാശങ്ങളുണ്ടായിരുന്നു. നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇതിനെതിരെയായിരുന്നില്ലേ നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് സമരങ്ങൾ നടത്തപ്പെട്ടത്? ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച ഒട്ടനവധി നേതാക്കൾ ജീവിച്ചിരുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഇത്തരം പ്രകടനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു. മഹത്തായ പാരമ്പര്യമുള്ള, മഹത്തായ സമര ചരിത്രമുള്ള കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നറിയുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. കേരളത്തിൽ അധികാരമേറ്റെടുത്ത ഒരു സർക്കാർ നിലവിലില്ല എന്നിരിക്കെ ആരോടായിരുന്നു നിങ്ങൾ നടത്തിയ ഈ പ്രതിഷേധം? സർക്കാർ ഇല്ലെങ്കിലും 15-ാം തീയതിക്കു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടണം എന്ന് ആവശ്യപ്പെടുന്നതിലെ യുക്തി എന്ത് എന്ന് മനസ്സിലാകുന്നില്ല. പ്രതിഷേധം ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്തിയിരിക്കും. ഞങ്ങൾ മഹിളാ മോർച്ചയാണോ BJP മഹിളാ മോർച്ചയാണോ ഞങ്ങൾ നടത്തിയിരിക്കും. അവര് സത്യപ്രതിജ്ഞ തുടങ്ങാത്ത ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല. ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല സത്യപ്രതിജ്ഞ തുടങ്ങാത്തത്. അവരിൽ തന്നെ ഗ്രൂപ്പുകളിൽ നടത്തി എന്ത് ചെയ്യും? 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസം 15 ദിവസം ഇത്രയും ദിവസമായിട്ടും സത്യപ്രതിജ്ഞ നടക്കാത്ത നമ്മുടെ തെറ്റോ? ഇപ്പോൾ ഇങ്ങനെയൊരു സമരം നടത്തുന്നത് ഉചിതമല്ല എന്നു മനസ്സിലാക്കുന്നതിനു പകരം ഇവിടെ ഭരണകൂടം നിലവിൽ വരാത്തത് ഞങ്ങളുടെ കാരണം കൊണ്ടല്ല എന്നു പറയുന്നതിലെ ഔചിത്യബോധം എന്ത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഞങ്ങളുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവകാശ ലംഘനത്തിന് ഞങ്ങൾ ഉത്തരവാദികളാണ് എന്ന ഒരു ധ്വനി കൂടി ഈ പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടത്തിയ ഈ സമരം അവർക്കു നേരെയുള്ള അവകാശ ലംഘനമായിരുന്നില്ലേ? KSRTC ബസ്സിനെ ശരിയായ രീതിയിൽ സർവീസ് നടത്താൻ അനുവദിക്കാതിരുന്നത് അവകാശ ലംഘനമായിരുന്നില്ലേ? സർക്കാർ ജീവനക്കാർക്ക് പേടി കൂടാതെ ജോലി ചെയ്യാനുള്ള അവകാശമല്ലേ ഇവർ നിഷേധിച്ചത്? ഇതിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇത്തരം സമരങ്ങൾ ഇനിയും നടത്താൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? ഇത് ശരിയായിരുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ചില സന്ദർഭങ്ങളിൽ KSRTC ബസ്സുകളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഔദാര്യം കൈപ്പറ്റി യാത്ര ചെയ്തത് അനീതിയല്ലേ? ക്ഷമിക്കേ
ഇന്ന് KSRTC ബസ്സുകളിൽ കയറി സമരം നടത്തുന്ന നേതാക്കളും പ്രവർത്തകരുമൊക്കെ സ്ഥിരമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണോ എന്നെനിക്കറിയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ KSRTC സർവീസ് ഒരിക്കലും നഷ്ടത്തിൽ ഓടുമായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ സൗജന്യ യാത്ര അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യൂ എന്നുള്ള കാര്യമാണോ ഇവർ വെളിപ്പെടുത്തുന്നത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ന്യായം എന്ന് അഹങ്കാരത്തോടുകൂടി വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ, ഇത്തരം അഭ്യാസങ്ങൾ നാളെ പൊതുജനം മനസ്സിലാക്കില്ലേ? അത് തിരിച്ചറിയാനുള്ള വിവേകം പൊതുജനം കാണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും റിസൾട്ട് വന്നതിനു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഭരണകൂടം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നത് നല്ലതല്ലേ? ഞങ്ങളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ. ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയം കൂടി ഉള്ളിൽ തോന്നുന്നു. നമ്മുടേത് സാക്ഷര കേരളമാണ്. സാക്ഷര കേരളത്തിൽ ഇത് നടക്കാമോ എന്ന് പൊതുജനം ചിന്തിച്ചു പോകില്ലേ? പണ്ടൊക്കെ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് അടിവരയിടുന്ന രീതിയിലല്ലേ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചത്? അധികാരമേറ്റെടുത്ത് ഭരണം നടത്തുന്ന ഒരു സർക്കാർ നിലവിലുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന സമരത്തിനും പ്രതിഷേധത്തിനും എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്താമായിരുന്നു. ഇവിടെ കാവൽ മുഖ്യമന്ത്രിയാണ് ഉള്ളത് എന്ന കാര്യം നിങ്ങൾക്കറിയാതെ പോയത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനത ഇത് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതായിരുന്നോ നിങ്ങളുടെയൊക്കെ മനസ്സിലെ രാഷ്ട്രീയം? ജനാധിപത്യം എന്ന് പറയുന്നതിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ സമരം നടത്തി ജനങ്ങളെ കബളിപ്പിക്കാമെന്നൊരു അബദ്ധധാരണ നിങ്ങളുടെ മനസ്സിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ടോ? നാളെ അധികാരമേറ്റെടുത്ത് കേരള സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അത് ഞങ്ങൾ നേടിത്തന്ന അവകാശമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതായിരുന്നില്ലേ? കബളിപ്പിക്കാനുള്ളതായിരുന്നില്ലേ ഈ നാടകം? കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കും എന്നു തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എന്തെങ്കിലും ഒന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കുന്നതിന് സമമല്ലേ? പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഇനി കേരള സർക്കാർ നിലവിൽ വരുമ്പോൾ അവരോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. നഷ്ടത്തിലോടുന്ന KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അത് ഏതു രീതിയിൽ KSRTC സർവീസിനെ ബാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനു വേണ്ടി വരുന്ന അധിക ബാധ്യത നികുതി ഭാരത്തിൻ്റെയോ സെസ് ചുമത്തിയോ നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കാതിരിക്കുക. അധിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. മറ്റു മാർഗങ്ങൾ കണ്ടെത്തി ഇതിനു വരുന്ന അധിക ബാധ്യത കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ സമരം നടത്തുന്ന മഹിളാ മോർച്ച പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൗജന്യ യാത്ര നടത്താൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന രീതിയിലാണ് അവരുടെ പ്രകടനങ്ങൾ നടക്കുന്നത്. ഇതിന് ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് എന്തൊക്കെ നിബന്ധനകൾ ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും എത്ര ദൂരം യാത്ര ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ ധാരണ സർക്കാരിനുണ്ടായിരിക്കണം. ആ രീതിയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് കൊണ്ട് KSRTC ബസ് സർവീസിനെ അത് ബാധിക്കില്ല എന്ന് പരിപൂർണമായും ഉറപ്പുവരുത്തി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്ന്
ഒരു അഭ്യർത്ഥന കൂടി മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു.